സുഹൃത്തുക്കളെ, എന്ത് മനോഹരമായ സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ വന്നിട്ടുള്ളത്. 200 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് എടവണ്ണ ചാത്തന്നൂരുള്ള ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നമുക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾ കാണും. ഇടവണ്ണ പാലം കഴിഞ്ഞ് വതായും ക്രോസ് ചെയ്തതിന് ശേഷമാണ് ചാത്തല്ലൂർ എത്തിയത്. ചാത്തല്ലൂർ ഒരു മെയിൻ റോഡിന്റെ സൈഡിലൂടെ ആയിട്ടാണ് ആമസോൺ വ്യൂ പോയിന്റിലേക്കുള്ള വഴി കാണുന്നത്. ഒരു പോക്കറ്റ് റോഡ് എന്ന് വേണം തന്നെ പറയാൻ പറ്റും. ഏതെങ്കിലും രീതിയിലൊരു സംശയം വരാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചോദിച്ചാൽ പോയാൽ മതി. ഒരു മെയിൻ റൂട്ടിൽ നിന്ന് പോക്കറ്റ് റോഡിലോട്ട് പോകുന്ന രീതിയിലാണ്, പെട്ടെന്ന് കണ്ടെന്ന് വരില്ല. റബ്ബർ തോട്ടത്തിന്റെ നടുക്കൂടിയ ഓഫ് റോഡ് ലെവലിൽ നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റും. പ്രൈവറ്റ് ആയിട്ടുള്ള ഓഫ് റോഡ് വണ്ടികളും ടാക്സി ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ട്. ഓഫ് റോഡ് കയറി പോകാൻ പറ്റുന്ന ബൈക്കിന് വരെ അതിലൂടെ പോകാൻ പറ്റും. അതിനൊന്നും തടസ്സമില്ല. ഒരുപാട് റബ്ബർ തോട്ടത്തിന്റെ നടുവിലൂടെ ആയിട്ടാണ് നമ്മൾ ആ യാത്ര തന്നെ പോകുന്നത്. നല്ല അടിപൊളി രസമായിരുന്നു നമ്മൾ ബൈക്കിട്ട് പോയത്. കുറച്ചാണ്ട് ഓടിപ്പോയ സമയത്ത് ചെറിയൊരു വ്യൂ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ഏറ്റവും ലെവലിൽ ടോപ്പ് ലെവലിൽ വ്യൂ കാണുന്ന ലെവലിൽ എത്തുന്നത്. പക്ഷെ യാത്ര അതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. പിന്നെയും ഒരുപാട് യാത്ര ചെയ്ത സമയത്ത്, മുന്നോട്ടുള്ള വഴിയിലൂടെ യാത്ര ചെയ്ത സമയത്ത് നമുക്ക് ചെറിയൊരു ഷോപ്പ് കണ്ടു. അങ്ങനെ ഷോപ്പ് നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടോ. ഹെവി ആയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് ചെറിയൊരു വ്യൂ കണ്ടു. പക്ഷെ അവിടെയും എല്ലാ ശരിക്കുള്ള വ്യൂ കിടക്കണം. അവിടുന്ന് പോകണം നമ്മളോട് പറഞ്ഞു. അവിടെ നമ്മൾ ഒരുപാട് വണ്ടികൾ ഓഫ് റോഡ് പ്രൈവറ്റ് ആയിട്ട് 4x4 വണ്ടികൾ തന്നെ പോകുന്നത് നമ്മൾ കണ്ടു. അവിടെ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളും ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള 4x4 ജീപ്പുകളും ഓടിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം രാവിലെ 5:30 മുതൽ അവിടെ ഓട്ടം തുടങ്ങുമെന്നാണ് അവിടുത്തെ ഒരു ഡ്രൈവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ എന്ത് ചെയ്യാം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മെൻഷൻ ചെയ്യാം. സംഭവം നല്ല അടിപൊളിയാണ്. ഇനി ഇൻ കേസ് ആരെങ്കിലും ബൈക്കിട്ട് പോയിട്ട് റോഡിന്റെ സൈഡിൽ ബൈക്ക് നിർത്തിയിടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഓഫ് റോഡ് വണ്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ നിർത്തരുത്. കാരണം വണ്ടി പോകാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ചെറിയൊരു ഗ്യാപ്പിലൂടെ ആയിരിക്കും ആ വണ്ടികളൊക്കെ പോകുന്നത്. നിലവിൽ നമ്മൾ വണ്ടി എത്തുന്നില്ല, ഏറ്റവും ടോപ്പ് ലെവലിൽ നമ്മൾ വണ്ടി കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എത്തിച്ച സമയത്ത് അവിടെ നമ്മളൊരു ഷോപ്പ് കണ്ട് ഏറ്റവും ടോപ്പ് ലെവൽ ഇതാണ് അവസാനം കാണുന്ന ഷോപ്പ് കേട്ടോ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. 24 hours ഈ ഷോപ്പ് ഓപ്പൺ ആയിരിക്കണം. രാത്രി കാലങ്ങളിൽ അവിടെ ആളില്ലാന്നുണ്ടെങ്കിലും ആവശ്യക്കാർക്ക് എന്താണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എടുത്ത സാധനത്തിന്റെ ക്യാഷ് എന്ത് ചെയ്യാം അവിടെ വെച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിന്റെ സൈഡിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ താഴ് ഭാഗത്ത് കുറച്ച് കാഴ്ചകൾ കാണുന്നുണ്ട്. ഷോപ്പുകളാണ്. ഇപ്പൊ മെയിൻ വ്യൂ പോയിന്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേറെ വഴിയിലൂടെയാണ് പോകേണ്ടത്. മാഷാ അല്ലാ, അടിപൊളി. ഓ, പൊളി പൊളി പൊളി. താഴ് ഭാഗത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് മലന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ വ്യൂ എങ്ങനെ ഉണ്ടാവും നോക്കില്ല. ആ ഭാഗത്തു നിന്ന് നമ്മൾ നടന്നു വന്നത്, ആ ഷീറ്റ് കാണുന്ന ഒരു ഭാഗത്ത് നിന്ന് ഇതിലൂടെ അങ്ങനെ നടന്നാണ് വന്നുള്ളത്. ഇപ്പോൾ ടോപ്പ് പോയിന്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ നടന്ന് അങ്ങനെ പോകാൻ വേണ്ടി. ഓക്കെ, ഇതിൽ വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും ചെറിയൊരു വ്യൂ കാണുന്നുണ്ടെങ്കിലും താഴത്തുനിന്ന് ഷോപ്പിന്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു വ്യൂ കാണാമെന്ന് പറഞ്ഞു. ഇതിലൂടെ അങ്ങനെ ടോപ്പിലോട്ട് പോകുന്ന കഴിഞ്ഞാൽ നല്ല വ്യൂ കാണാമെന്ന് പറയണ്ടേ. കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ കുഴങ്ങി. സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ, പോകുന്നവയ്ക്ക് ഒരുപാട് നല്ല രസമുള്ള കാഴ്ചകളും മരങ്ങളും ഒക്കെ കണ്ടു. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറയില്ലേ, മനസമാധാനത്തോട് കൂടി ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ തന്നെ കേട്ടോ. ഫ്രണ്ട് തിരിഞ്ഞെടുക്കാതെ ഇങ്ങോട്ട് വാടേ. ഈ പഹനൊപ്പം കൂട്ടി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. പ്രഷറും ഷുഗറുള്ള ആൾക്കാരൊക്കെ പ്രഷറും ഷുഗറും പെട്ടെന്ന് കുറഞ്ഞോളൂ. രജുല അത്രയും നടക്കാണ്ട്. ഇതിപ്പോ നടന്നേ എവിടെ എത്തിക്കണേ, ഒരുപാട് മേലെത്തിക്കണേ. ആകെ വേഗത്ത് കുളിച്ച് എന്താ ചെയ്യാ, പറ്റ ടോപ്പ് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. എന്തായാലും അവിടുന്ന് കയറി ഇത്രയും ഓഫ് റോഡ് പോകാൻ വണ്ടിയും കൊണ്ട് വന്ന് ഇനിയിപ്പോൾ അതിൻ്റെ ടോപ്പ് ലെവലിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലേ വന്നത് നഷ്ടമാകൂലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ വരണം, അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 6 മണിക്ക്. ഇപ്പോൾ ഡിസംബർ മാസം ആയതുകൊണ്ട് നല്ല മഞ്ഞുള്ള സമയമാണ്. അപ്പോൾ ഒന്നുകിൽ വൈകിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നല്ല മഞ്ഞുള്ള സമയത്ത് വരണം. എന്നാലും ആ വ്യൂവിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു രസം അത് കിട്ടുള്ളൂ. സത്യം പറയല്ലേ, പ്രിപ്പയർ ചെയ്താണ്ടൊന്നും വന്നില്ലേ. സ്ഥലം ഒന്ന് കണ്ട് പോകാൻ വിചാരിച്ചു വന്നേന്. പക്ഷെ ഇവിടെ കയറി നോക്കിയപ്പോൾ ടോപ്പിൽ കയറുന്നുള്ളത് നിർബന്ധമായി. കണ്ട രസമുണ്ട്.
ഒരു സൈലന്റ് ഏരിയ, വലിയൊരു കാട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ പാമ്പുണ്ടെങ്കിൽ പാമ്പുണ്ടാവുള്ളൂ, അല്ലാതെ വലിയ വസ്തുക്കളൊന്നും ഉണ്ടാവില്ലല്ലോ. ആ ഒരു ധൈര്യത്തിൽ അങ്ങനെ പോകുന്നു. ഓഫ് റോഡ് വണ്ടിമേലുള്ള ഓട്ടോ കഴിഞ്ഞ് ഓഫ് റോഡ് നടത്താണ്. വിശ്രമിക്കാനൊക്കെ സ്ഥലങ്ങളല്ലേ. കുത്തരത്തിന് പോവാ. കുറച്ചേരം വിശ്രമിച്ചതിന് ശേഷം പിന്നെ മുന്നോട്ട് പോയ സമയത്ത് നമ്മൾ വീണ്ടും ചെറിയൊരു കാഴ്ച ഉണ്ട് കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ച. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ട അതേ കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മലന്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് പൊസിഷനിലോട്ട് പോവാണ്. പീക്കിൻ്റെ എന്ന് അറിയില്ലേ, അതേപോലെ. സത്യം പറഞ്ഞാൽ ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഇനി മുന്നോട്ട് ഒരുപാട് പോകാണ്ട് ഇതിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ഇതാണ് ഇതിന്റെ ടോപ്പ് പൊസിഷൻ എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ഇതല്ല സത്യം പറഞ്ഞാൽ. ആര് കണ്ടുപിടിച്ച ചോദിച്ചാൽ ഇപ്പൊ എന്താ ഞാൻ പറയാ, അത് നമുക്കറിയില്ല. ഇവിടുന്ന് ഒരു സിബ് ലൈനിന്റെ ഒരു പരിപാടിയും കൂടി നടത്തി കാണുന്നുണ്ടെങ്കിൽ സംഭവം സെറ്റോ. നമ്മൾ ആ കയറുമ്പോൾ കൂടെ ഇതിമ്മ കൂടെ 4 അതിലുള്ള ജീപ്പ് കയറി പോകുന്ന വെച്ചാൽ എനിക്ക് സംശയമാണ്. കാരണം ഈ സൈഡിലുള്ള മരങ്ങളൊക്കെ വെട്ടിയിട്ട് അത്രയും ഹൈതല്ലേ കിടക്കണേ. ഇത് കയറി പോലൊക്കെ സംശയം തന്നെയാണ്. പോയോടന്ന് എന്തേലും പറയല്ലേ, എന്തേലും പറയല്ലേ. ആരെങ്കിലൊക്കെ മൂച്ചുമ്മ കെട്ടിക്കണ്ടേ. ഭൂമി നിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ് നിലവിൽ ഇപ്പം നമ്മൾ എടുക്കുന്നത്. ഓരോ കയറ്റം കയറുമ്പോഴും ഓരോ ഭാഗത്തു നിന്നും ഓരോ കാഴ്ച, ഓരോ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗേസ് ലാസ്റ്റ് നമ്മൾ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ വ്യൂ പോയിന്റ് കാണാൻ നിൽക്കുന്ന സമയത്തൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് നിൽക്കണം. നിലത്തൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടിയിൽ പുറക്കെടുക്കേണ്ടി വരും. ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരിച്ചും നടക്കം കളിച്ചും ജീവിച്ചും നടക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മരിച്ചു കിടക്കേണ്ടി വരും കേട്ടോ. അപ്പൊ മാക്സിമം നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. ഇത് ഈ ആമസോണിന്റെ വ്യൂ പോയിന്റ് ഒരു ഭാഗമാണ് ഇതിങ്ങനെ കാണുന്നത് കേട്ടോ. ഇനിയിപ്പോ ആ മലന്റെ ആ ഭാഗത്തേക്ക് അപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു സൈഡായിനെ കാണും. പിന്നെ ഇതിന്റെ അപ്പുറത്ത് അങ്ങനെ തന്നെ ഉള്ളു. ഇനിയിപ്പോൾ ഇതിലൂടെ അങ്ങനെ ഇറങ്ങി കയറി ഈ മലാണ്ട് നേരെ ഇറങ്ങുക, പിന്നെ അത് കഴിഞ്ഞാൽ മലാണ് നേരെ കയറുക. അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു സൈഡാണ് വരുന്നത്. നേരെ അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തേക്ക് അടുത്ത വേറെ സൈഡാണ് വരുന്നത്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളും കാണാം. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിലാണ് നമ്മൾ കയറി കിടക്കുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ബൈ ബൈ.